ഗ്രൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ LP UP പരീക്ഷയ്ക്ക് ഇനിയുള്ളത് വെറും ദിവസങ്ങൾ, കൈവിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ഫൈനൽ റിവിഷൻ എന്ന രീതിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ വളരെ 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 സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ 2 മാസം മുമ്പ് ഒരു LP UP പരീക്ഷ PSC തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. UPSC പരീക്ഷയായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. കന്നഡ മീഡിയം സ്കൂളുകൾക്ക് വേണ്ടിയിട്ടുള്ള അതിർത്തികളിലെ കന്നഡ മീഡിയം സ്കൂളിന് വേണ്ടിയിട്ടായിരുന്നു എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു എക്സാമിൽ ചോദിച്ച ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ സെറ്റ് ഇവിടെ ചെയ്തെടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. ഇതിൽ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഇതിൽ നിന്ന് ചോദ്യങ്ങളുണ്ടായിരിക്കും. ഇതേ മാതൃകയിൽ നമ്മൾ എല്ലാ സബ്ജക്റ്റിൻ്റെയും ചോദ്യങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഫൈനൽ റിവിഷൻ എന്ന രീതിയിൽ ആ ചോദ്യങ്ങളൊന്ന് വായിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വാട്സപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ചോദ്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അത് കൂടാതെ 40 മോഡൽ പരീക്ഷയും ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ 2022, 2023, 2005 വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സെറ്റും ഇതിൻ്റെ കൂടെ സൗജന്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും ഇത്രയും ക്വസ്റ്റ്യൻ സെറ്റ് വായിച്ച് നോക്കണം, ലാസ്റ്റ് നിമിഷത്തിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കി അധികം പഠിക്കാത്ത ആളുകൾക്കും ഒരു റിവിഷൻ, നന്നായി പഠിച്ചവർക്കൊന്ന് റിവിഷൻ എന്ന രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ സെറ്റ് വേണമെങ്കിൽ നമ്പർ ഇവിടെ കൊടുക്കാം. ഒന്ന് കോൺടാക്ട് ചെയ്യുള്ളൂ കേട്ടോ. വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി, അപ്പോൾ തന്നെ റിപ്ലൈ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ആ ഒരു പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ, അത് കന്നഡ മീഡിയം പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യങ്ങൾ ഞാനിവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ മറക്കണ്ട, ആദ്യ ചാനൽ കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ കാലക്രമത്തിലാക്കുക, ഒരു ചോദ്യം കാലക്രമത്തിലാക്കുക എന്നതിൽ വരാൻ 100% സാധ്യത, 100% അല്ലെങ്കിൽ ഒരു ചോദ്യം എന്തായാലും നിങ്ങളുടെ പരീക്ഷയിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. കാലക്രമത്തിലാക്കുക. ഇപ്പോൾ PSC ഒരു ട്രെൻഡിങ് ചോദ്യമാണ് കാലക്രമത്തിലാക്കുക. അതായത് ആദ്യം നടന്ന സംഭവം, പിന്നെ നടന്ന സംഭവം, പിന്നെ നടന്ന സംഭവം. അപ്പോൾ വർഷം വെച്ചിട്ടായിരിക്കും അത് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ വർഷം വെച്ച് ചോദിക്കാൻ സാധ്യത അത് സോഷ്യൽ സയൻസിൽ നിന്നായിരിക്കും. അപ്പോൾ സോഷ്യൽ സയൻസിലെ വർഷങ്ങൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടതെന്ന് പരിചയപ്പെടാം. അഞ്ചുതെങ്ങ് കലാപം 1697 അഞ്ചുതെങ്ങ് കലാപം നടക്കുന്നത്. എന്നാണ് 1697 അഞ്ചുതെങ്ങ് കലാപം നടക്കുന്നത്. ആറ്റിങ്ങൽ കലാപം എന്നാണ് 1721 ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപത്തിൻ്റെ പ്രത്യേകത എന്താണ്? കേരളത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ള ആദ്യത്തെ സംഘടിത കലാപം. എന്താണ്? സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ആദ്യത്തെ കലാപം ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ്? അത് അഞ്ചുതെങ്ങ് കലാപമാണ്. അപ്പോൾ അഞ്ചുതെങ്ങ് കലാപം നടന്നത് 1697, ആറ്റിങ്ങൽ കലാപം നടന്നത് 1721. ഈ കുളച്ചൽ യുദ്ധം നടന്നത് 1741 കുളച്ചൽ യുദ്ധം നടന്നത്. തൃപ്പടിദാനം 1750 എന്നാണ്. 1750 തൃപ്പടിദാനം. കുണ്ടറ വിളംബരം 1809. ആരാണ് കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത്? വേലുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത്. ഒന്നാം പഴശ്ശി വിപ്ലവം 1793 to 1997 വരെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നിട്ടുള്ളത്. അപ്പോൾ അഞ്ചുതെങ്ങ് 1697, ആറ്റിങ്ങൽ 1721, കുളച്ചൽ 1749, തൃപ്പടിദാനം 1750, കുണ്ടറ വിളംബരം 1809, ഒന്നാം പഴശ്ശി വിപ്ലവം 1793 to 97. ഇനി രണ്ടാം പഴശ്ശി വിപ്ലവം 1800 മുതൽ 1805 വരെ. അപ്പോൾ 1800 മുതൽ 1805 വരെയാണ് രണ്ടാം പഴശ്ശി വിപ്ലവം. മലയാളി മെമ്മോറിയൽ 1891, എതിർ മെമ്മോറിയൽ 1891. അപ്പോൾ മലയാളി മെമ്മോറിയലിനെതിരെ വന്നിട്ടുള്ളതാണ് എതിർ മെമ്മോറിയൽ. അതേ വർഷം തന്നെയാണ് എതിർ മെമ്മോറിയൽ വന്നിട്ടുള്ളത്. 1891. ഈഴവ മെമ്മോറിയൽ 1896. മലബാർ കലാപ വാഗൺ ട്രാജഡി, ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത്. എന്നാണ്? 1921. വൈക്കം സത്യാഗ്രഹം 1924. ഗുരുവായൂർ സത്യാഗ്രഹം 1931. മന്നത്തു പത്മനാഭൻ INCയിൽ അംഗത്വം നേടിയത് 1947. ഇന്ത്യയിൽ രണ്ടാമത്തെ മെട്രോ റെയിൽവേ നിലവിൽ വന്നത് 1995 മെയ് 11. ഇനി ചെന്നൈ തുറമുഖം പ്രവർത്തനം ആരംഭിച്ചത് 1851 ചെന്നൈ തുറമുഖം പ്രവർത്തനം ആരംഭിച്ചത്. ഗൂഗിൾ എർത്തിന് സമാനമായി ISRO വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ ഏതാണ്? ഫുവാൻ. ഏത് വർഷമാണിത് ഫുവാൻ വികസിപ്പിച്ചെടുത്തത്? 2019. 2020 ഗ്ലോബൽ അനിമൽ പ്രൊട്ടക്ഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? എത്രാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്? 2ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. എത്ര സ്ഥാനമാണ്? 2ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം 1931, വൈക്കം സത്യാഗ്രഹം 1924, ഈഴവ മെമ്മോറിയൽ 1896, എതിർ മെമ്മോറിയൽ 1891, അതുപോലെ തന്നെ മലയാളി മെമ്മോറിയൽ 1891, രണ്ടാം പഴശ്ശി വിപ്ലവം 1800 മുതൽ 1805 വരെ, ഒന്നാം പഴശ്ശി വിപ്ലവം 1793 മുതൽ 1797 വരെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നിട്ടുള്ളത്. ഇനി ആദ്യത്തെ അടുത്ത ചോദ്യം,
2020 ഗ്ലോബൽ അനിമൽ പ്രൊട്ടക്ഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 2ാം സ്ഥാനമാണ്. ഏതു വർഷമാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് 13 ജില്ലാ സഹകരണ ബാങ്കുകളും കേരള ബാങ്ക് എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചത്? എന്നാണ്? 2019 നവംബർ 29 മുതലാണ്. ആദ്യത്തെ ദേശീയ വന്യജീവി കർമ്മ പദ്ധതി എന്ന് മുതൽ എന്നുവരെ ആയിരുന്നു? 1983 മുതൽ 2001 വരെയായിരുന്നു ആദ്യത്തെ ദേശീയ വന്യജീവി കർമ്മ പദ്ധതി. ഏതു വർഷമാണ് ബാര എന്ന കൊടുങ്കാറ്റ് അയർലൻഡിനും സ്കോട്ട്ലൻഡിനും നാശം വിതച്ചത്? എന്നാണ്? 2021 ബാര എന്ന കൊടുങ്കാറ്റ് അയർലൻഡിലും സ്കോട്ട്ലൻഡിലും നാശം വിതച്ചത്. പരിസ്ഥിതി സംരക്ഷണത്തിന് ആദ്യത്തെ പ്രഖ്യാപനം നടത്തിയ അന്താരാഷ്ട്ര സമ്മേളനമായ സ്റ്റോക്ക്ഹോം കോൺഫറൻസ് നടന്ന വർഷം? 1972 പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള ആദ്യത്തെ പ്രഖ്യാപനം നടത്തിയ അന്താരാഷ്ട്ര സമ്മേളനമായിട്ടുള്ള സ്റ്റോക്ക്ഹോം കോൺഫറൻസ് നടന്നത് 1972. നഗോയ പ്രോട്ടോകോൾ ജപ്പാനിൽ അംഗീകരിച്ച വർഷം? 2010 നഗോയ പ്രോട്ടോകോൾ ജപ്പാനിൽ അംഗീകരിക്കുന്നത്. രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയ ശേഷം സ്വദേശാഭിമാനി ഉടമയായിട്ടുള്ള രാമകൃഷ്ണ പത്രാധിത്യം ഏറ്റെടുത്ത് സ്വീകരണം ആത്മപോഷണി ഏത് വർഷമാണ് പ്രസിദ്ധീകരിച്ചത്? 1913 പ്രസിദ്ധീകരിക്കുന്നത്. കുന്നംകുളത്ത് നിന്നാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. കൊല്ലത്ത് കാർഷിക വ്യവസായം പ്രദർശനം ശ്രീനാരായണ ഗുരു സംഘടിപ്പിച്ച വർഷം? 1905 കൊല്ലത്ത് കാർഷിക വ്യവസായ പ്രദർശനം ശ്രീനാരായണ ഗുരു സംഘടിപ്പിക്കുന്നത്. ഇനി അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം? അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചെന്നാണ്? 2010 അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിക്കുന്നത്. ഇനി അടുത്ത ചോദ്യമുള്ള സാധ്യമാണ്.